അമേരിക്കയ്ക്ക് ഒരു വലിയ സൈനിക പാരമ്പര്യമുണ്ട്, വലിയ സൈനിക ശേഷിയുണ്ട്, ടെക്നോളജിയുണ്ട്, വാർ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇറാൻ അതില്ല. അപ്പോൾ പിന്നെ ആശ്രയിക്കാൻ ഒക്കുന്നത് അൺകൺവെൻഷണൽ മെത്തേഡ്സാണ്. ഇത് പരിഹരിക്കാൻ ലോകരാജ്യങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇറാന് ലോകരാജ്യങ്ങളോടായി പറയാം, നിങ്ങൾ ശ്രമിക്കൂ. അമേരിക്കയല്ലേ ഈ സാഹചര്യം ഉണ്ടാക്കി വെച്ചത്? ബലപ്രയോഗം ഇമ്മിനൻ്റ് ആണ് എന്ന രീതിയിലാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ ബലപ്രയോഗം നടന്നാൽ തിരിച്ചും ബലപ്രയോഗം നടക്കുമെന്ന കാര്യങ്ങൾ ഒരിക്കൽ കൂടി കൈവിട്ടു പോകും. ഇപ്പോൾ കൈവിട്ടു പോയിട്ടില്ല. തുല്യ സാധ്യതയാണ് യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെടാനോ അല്ലെങ്കിൽ അന്തിമ കരാറിൽ ഏർപ്പെടാനോ ഉള്ള സാധ്യത. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാനിൽ യുദ്ധവും സമാധാനവും തുല്യ അകലത്തിൽ നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ അമേരിക്ക കൂടുതൽ കർശനമായ നടപടികളിലേക്ക് നീങ്ങിയേക്കുമെന്നാണ് പല അന്താരാഷ്ട്ര വിദഗ്ധരും വിലയിരുത്തുന്നത്. ഇതിനൊപ്പം ഇറാൻ ഇന്റർനെറ്റ് കേബിളുകളെ ഹോർമൂസ് പോലെ ആയുധമാക്കുന്നു എന്ന വാർത്തകൾ കൂടി വരുന്നുമുണ്ട്. ലോകത്തെ മുഴുവൻ നേരിട്ട് ബാധിക്കുന്നതാകില്ലേ ഇത്? ഒരു തന്ത്രം എന്നതിനപ്പുറം ലോകത്തെ ആകെ വെറുപ്പിക്കുന്നതാകില്ലേ ഇറാന്റെ ഒരു നീക്കം? ഒരു എസിമെട്രിക്കൽ വാർ അല്ലെങ്കിൽ അസന്തുലിതമായ ഒരു യുദ്ധ അന്തരീക്ഷത്തിൽ താരതമ്യേന ദുർബലമായ രാജ്യം ആരും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കും. അമേരിക്കൻ മൈറ്റിനെതിരെ ഇറാൻ ദുർബലമാണ്, അത് സംശയമൊന്നുമുള്ള കാര്യമല്ല. അമേരിക്കയ്ക്ക് ഒരു വലിയ സൈനിക പാരമ്പര്യമുണ്ട്, വലിയ സൈനിക ശേഷിയുണ്ട്, ടെക്നോളജിയുണ്ട്, വാർ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇറാൻ അതില്ല. അപ്പോൾ പിന്നെ ആശ്രയിക്കാൻ ഒക്കുന്നത് അൺകൺവെൻഷണൽ മെത്തേഡ്സാണ്. ഒരുപക്ഷെ വിയറ്റ്നാമിലെ വിയറ്റ് കോങ് ഗറില്ലകൾ, അവർക്ക് പണവുമില്ല, കാര്യമായ ആയുധങ്ങളുമില്ല, അവർ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ചു. കാരണം അവരുടെ ടോപ്പോഗ്രഫി ഗറില്ല യുദ്ധമുറയ്ക്ക് ചേരുന്ന രീതിയിലായിരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള അഡ്വാൻറ്റേജ് ടോപ്പോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ്, ലൊക്കേഷണൽ അഡ്വാൻറ്റേജ്, ജിയോ സ്ട്രാറ്റജിക്, ജിയോ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എന്നതാണ്. അതുമാത്രമല്ല, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര സമ്പദ് വ്യവസ്ഥയെ മുൾമുനയിലാക്കി നിർത്തുന്ന രീതിയിൽ ഹോർമോസ് എന്ന കൃത്യമായ ഇടം കൺട്രോൾ ചെയ്യുക എന്ന ഒരു ഓപ്ഷനുമുണ്ട്. ആ ഓപ്ഷൻ അൾട്ടിമേറ്റ് ഓപ്ഷനായിരുന്നു. അത് ഇറാൻ സ്വീകരിച്ചു. നമുക്കെല്ലാം അറിയാമായിരുന്നു, ആളെ മുക്തിയാൽ ഇറാൻ അത് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ രീതിശാസ്ത്രം ഒന്നുമല്ല ഇവിടെ വിഷയം. ആത്യന്തികമായി അതില്ലാതെ ഇറാൻ പിടിച്ചു നിൽക്കാനാവില്ല, കീഴടങ്ങേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് ഹോർമോസ് എന്ന ഉപരോധം, ഹോർമോസിന് നേരെ ഇറാൻ ഇപ്പോൾ നടത്തുന്ന ഉപരോധം, കപ്പലുകൾ കടത്തിവിടില്ല എന്ന് പറയുന്നത് ഇന്ത്യക്കുൾപ്പെടെ ചൈനയ്ക്കുൾപ്പെടെ ലോകരാജ്യങ്ങൾക്ക് വലിയ സമ്മർദ്ദമാണ്, അതിലുള്ള പ്രതിഷേധവുമുണ്ട്. പക്ഷേ ഇത് പരിഹരിക്കാൻ ലോകരാജ്യങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇറാന് ലോകരാജ്യങ്ങളോടായി പറയാം, നിങ്ങൾ ശ്രമിക്കൂ. അമേരിക്കയല്ലേ ഈ സാഹചര്യം ഉണ്ടാക്കി വെച്ചത്? തങ്ങളല്ലല്ലോ അമേരിക്കയെ ആക്രമിച്ചത്, അമേരിക്ക ഇങ്ങോട്ട് ആക്രമിക്കുകയായിരുന്നല്ലോ. അതിനുള്ള പ്രതിരോധം എന്ന നിലയിൽ തങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വന്നു. അതാണ് ഇറാൻ്റെ ന്യായീകരണം. ഇത് ന്യായമല്ല എങ്കിലും, ന്യായീകരണം സാധ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞാലും അത് മാത്രമായിരുന്നു പൊൻമൊഴി. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ആ രീതിയിൽ ഒരു കളക്റ്റീവ് ആക്ഷനിലൂടെ മോചിപ്പിക്കാനൊരു ശ്രമം നടത്താത്തത്. അമേരിക്ക ആകുന്ന ശ്രമിച്ചു. ലോകരാജ്യങ്ങളെല്ലാം പിന്തുണയോടെ ആഗോള സൈന്യത്തിൻ്റെ, പ്രത്യേകിച്ച് നേറ്റോ പങ്കാളികളുടെയും യൂറോപ്പിലെ, അതുപോലെ മറ്റ് ചൈനയും റഷ്യയും ഒക്കെ തന്നെ സന്നദ്ധമാവുമെങ്കിൽ വരൂ, തങ്ങളുടെ പടക്കുറപ്പുമാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പടപൊരുതി ഹോർമൂസിനെ നമുക്ക് മോചിപ്പിച്ചെടുക്കാം. ആ ബലപ്രയോഗം അമേരിക്കയുടെ മാത്രം ചിന്തയാണ്. ലോകത്തൊരു രാജ്യവും, ഇസ്രായേൽ ഒഴിച്ച് മറ്റൊരു രാജ്യവും അതിന് പിന്തുണ അറിയിച്ചില്ല. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ ഫ്രീഡം എന്ന് പറയുന്ന ഈ സേനാ കപ്പലുകൾ, ഓയിൽ ടാങ്കേഴ്സ് ഉൾപ്പെടെയുള്ള കപ്പലുകൾ ഹോർമൂസിലേക്ക് പ്രവേശിക്കുമ്പോൾ അകമ്പടി കൊടുക്കാം. ഹോർമൂസിൽ നിന്നും എണ്ണയുമായി പുറത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ കടലിൽ നിന്നും, പേർഷ്യൻ ഉൾക്കടലിൽ നിന്നും എണ്ണയുമായി ഹോർമൂസ് കടന്ന് പുറം കടലിലേക്ക്, ഒമാൻ ഉൾക്കടലിലേക്കും അറബിക്കടലിലേക്കും പോകുന്ന കപ്പലുകൾക്ക് തങ്ങൾ സംരക്ഷണം നൽകാം, തങ്ങളുടെ പടക്കപ്പലുകൾ സംരക്ഷണം നൽകും എന്ന് പറഞ്ഞിട്ടും ഒരു രാജ്യവും തയ്യാറായില്ല. അത് മാത്രമല്ല, അങ്ങനെ ഏതാനും കപ്പലുകൾ പോകാൻ ശ്രമിച്ചപ്പോൾ ഇറാൻ ശക്തമായി കഴിഞ്ഞ ദിവസങ്ങളിൽ റെസിസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതിപ്പോൾ ഏകപക്ഷീയമായി അമേരിക്ക തുടങ്ങി വെച്ചത് ഏകപക്ഷീയമായി തന്നെ നിർത്തിവെക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു ശാന്തതയുണ്ട്. പക്ഷേ ഇറാൻ നിരന്തരം മിസൈലുകൾ പായിക്കുകയാണ് UAE നഗരങ്ങൾക്ക് നേരെ. എന്തിന്? ഒമാൻ എന്ന സാമാന്യം സൗഹൃദ രാജ്യമാണ്, ഒമാൻ കേന്ദ്രങ്ങളിലേക്കും മിസൈലുകൾ പോയി എന്നാണ് പറയുന്നത്. പക്ഷേ പലപ്പോഴും പലരും പറഞ്ഞു അത് ഇറാൻ്റെ മിസൈലുകളല്ല. പക്ഷേ UAE സമർത്ഥിക്കുന്നു അത് ഇറാനിൽ നിന്ന് തന്നെ വന്ന മിസൈലുകളാണ്. അതുകൊണ്ട് ഇറാൻ നയം വ്യക്തമാക്കുകയാണ്, സംഘർഷം അവസാനിച്ചിട്ടില്ല,
തങ്ങൾ ഏത് ലെവൽ വരെ പോകാനും മടിക്കില്ല, ഉപരോധം തുടരുക തന്നെ ആണ്. അങ്ങനെയെങ്കിൽ പിന്നെന്താണ് മുന്നോട്ടുള്ള വഴി? അങ്ങനെയെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് ഇടപെടുന്നതിനൊരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ഈ കാര്യത്തിൽ സമ്മർദ്ദം കടുപ്പിക്കുക എന്നതല്ലാതെ ഒരു ബലപ്രയോഗത്തിലേക്ക് നീങ്ങാതെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ബലപ്രയോഗത്തിലൂടെ നീങ്ങിയാൽ തിരിച്ചടി വീണ്ടും ഉണ്ടാകും. ഇറാൻ ഈ കഴിഞ്ഞ ഒരു മാസം എടുത്തുകൊണ്ട് അവരുടെ നഷ്ടപ്പെട്ടു പോയ സായുധ സന്നാഹങ്ങൾ കുറേയൊക്കെ റിപ്പയർ ചെയ്ത് ലോഞ്ചറുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, പാഡുകൾ, ഈ ലോഞ്ച് പാഡുകൾ, അതുപോലെ വിക്ഷേപണ വാഹനങ്ങൾ എന്നിവയെല്ലാം അറ്റകുറ്റപ്പണി ഒരു വലിയ തോതിൽ തകർച്ചയുടെ വക്കിലാണ്. പക്ഷേ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് കൂടുതൽ സുരക്ഷിതമായി സംരക്ഷിക്കുകയും എയർഫോഴ്സ് ഇല്ല എന്ന് ഓർക്കണം, എയർഫോഴ്സ് ഉപയോഗക്ഷമമല്ല എന്ന് ഓർക്കണം. അത് ഒരിക്കലും വെളിയിൽ വരാനും ഇറാൻ്റെ വിമാനങ്ങളൊന്നും തന്നെ വെളിയിൽ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ വെളിയിൽ വരാനും സാധ്യതയില്ല. പക്ഷേ മിസൈലുകൾ അങ്ങനെയല്ല. മിസൈൽ ലോഞ്ചറുകളുണ്ട്, മൊബൈൽ മിസൈൽ ലോഞ്ചറുകളുണ്ട്, വലിയ ട്രക്കുകളിൽ കയറ്റിവെച്ച മിസൈൽ ലോഞ്ചറുകളുണ്ട്. മിസൈലുകളുടെ ഗംഭീരമായ ശേഖരം ഇപ്പോഴും അവശേഷിക്കുന്നു. അതിൽ നല്ല പങ്ക് ഇപ്പോഴും അവശേഷിക്കുന്നു. ഏറ്റവും തീവ്രതയുള്ള ആയുധങ്ങൾ ഒരുപക്ഷെ പുറത്തെടുത്തിട്ടില്ല എന്ന രീതിയിൽ ഇറാനിൽ നിന്നും റിപ്പോർട്ടുകളുണ്ട്. അതെന്ത് തന്നെയായിരുന്നാലും ശരി, ബലപ്രയോഗം ഇമ്മിനൻ്റ് ആണ് എന്ന രീതിയിലാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. ആ ബലപ്രയോഗം നടന്നാൽ തിരിച്ചും ബലപ്രയോഗം നടക്കുമെന്ന കാര്യങ്ങൾ ഒരിക്കൽ കൂടി കൈവിട്ടു പോകും. ഇപ്പോൾ കൈവിട്ടു പോയിട്ടില്ല. ഇപ്പോൾ സമാധാനത്തിനും യുദ്ധത്തിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിലൂടെ, ദുർബലമായ വളരെ ഫ്രജൈലായ ഒരു നൂൽപ്പാലത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം തുല്യ സാധ്യതയാണ് യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെടാനോ അല്ലെങ്കിൽ അന്തിമ കരാറിൽ ഏർപ്പെടാനോ ഉള്ള സാധ്യത ഇപ്പോഴും സമാസമം 50-50 ആയി നിൽക്കുന്നു. ഇൻ്റർനെറ്റ് കേബിളുകളെ ഇറാൻ ആക്രമിക്കുമോ എന്നതായിരുന്നല്ലോ എന്നോടുള്ള ചോദ്യം. അതേക്കുറിച്ചൊരു പ്രത്യേക വീഡിയോ ഞാൻ മുൻപ് ചെയ്തത് ഒരു പക്ഷേ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരത് ഓർമ്മിച്ചിരിക്കുമല്ലോ. വലിയൊരു കോൺസെൻട്രേഷൻ ഓഫ് കേബിൾസ്, അത് യൂറപ്പിലേക്ക് നയിക്കുന്ന, ആഫ്രിക്കയിലേക്ക് നയിക്കുന്ന, ഏഷ്യയുടെ പല ഭാഗത്തേക്ക് നീളുന്ന ഒരു കേബിൾ ശൃംഖല കടന്നു പോകുന്ന ഒരു ചോക്ക് പോയിന്റ് കൂടിയാണ് ഹോർമൂസ് കടലിടുക്കും, അതിനുശേഷമുള്ള പേർഷ്യൻ ഗൾഫ് മേഖലയും. അവിടെ കടലിനടിയിൽ എന്തെല്ലാം സന്നാഹങ്ങളാണ് ഇറാൻ ഒരുക്കാൻ കഴിയുക, എന്തെല്ലാം അട്ടിമറി ശ്രമങ്ങളാണ്, സബോട്ടാഷ് അല്ലെങ്കിൽ കടലിനടിയിൽ ചെന്ന് കേബിൾ ശൃംഖലയെ അട്ടിമറിക്കുക വഴി, മുറിക്കുക വഴി കണക്ടിവിറ്റിയാണ് പോകുന്നത്. ഗൾഫ് രാജ്യങ്ങൾ വല്ലാതെ വിഷമിക്കും. പലയിടങ്ങളിലേക്കുള്ള ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, ഡേറ്റ ട്രാൻസ്ഫർ, ഇതെല്ലാം തന്നെ ആ കടലിനടിയിലൂടെയാണ്. അപ്പോൾ ലോകത്ത് അമേരിക്കയ്ക്ക് കാര്യമായ ദോഷം വരില്ലായിരിക്കും. പക്ഷേ ലോകരാജ്യങ്ങളെല്ലാം തന്നെ, യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾ വല്ലാത്ത പ്രതിസന്ധിയിലാകും. ഇതുവരെ ഇങ്ങനൊരു സൂചന ഉണ്ടായിരുന്നു എന്നല്ലാതെ ഇറാൻ ആ സാഹസത്തിന് മുതിർന്നതായി ഇതുവരെ അറിവില്ല. അതുമാത്രമല്ല, ഇറാൻ്റെ കേപ്പബിലിറ്റീസ് അണ്ടർ ദ സീ, അതേക്കുറിച്ച് ഒരു സൂചനയുമില്ല. ചെറിയ വലിപ്പമുള്ള ഏതാനും അന്തർവാഹിനികൾ ഇറാന് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ അന്തർവാഹിനികളൊന്നും തന്നെ നശിപ്പിച്ചതായി റിപ്പോർട്ടുകളില്ല. ഇറാൻ്റെ കൈവശമുള്ള ഏതാനും കപ്പലുകൾ, 30ഓളം കപ്പലുകൾ നശിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഏതാനും കപ്പലുകൾ കേടുപാടുകൾ പറ്റി ഉപയോഗശൂന്യമായി. ഗൺ ബോട്ടുകൾ, അത് 100 കണക്കിനാണ് ഗൺ ബോട്ടുകൾ, ചെറിയ സ്പീഡ് ബോട്ടുകൾ, ഇതെല്ലാം ഒരു വലിയ വെട്ടുക്കിളിക്കൂട്ടം പോലെ ഒരു വലിയ കപ്പലിനെ ആക്രമിക്കാൻ പരുവത്തിന് ഇറാൻ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഹോർമൂസിലെ ഒരു പ്രത്യേകതയാണ്. ആ ഭാഗം ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ വലിയ പടക്കപ്പലുകളല്ല, മറിച്ച് ചെറിയ 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 ജലയാനങ്ങൾ, ബോട്ടുകൾ, സ്പീഡ് ബോട്ടുകൾ, അവിടെയാണ്. അവിടെ അതെല്ലാം ടാർഗറ്റ് ചെയ്ത് മൊത്തത്തിൽ അതിനെയൊക്കെ ഏറിയൽ ബോംബ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് സങ്കീർണമായ ഒരു കടലിൻ്റെ ഉപരിതലത്തിലും കടലിനടിയിലും ഒരു സങ്കീർണമായ സാഹചര്യമുണ്ട്. കടലിനടിയിലെ സാഹചര്യത്തെക്കുറിച്ചാണ് എന്നോട് ചോദിച്ചത്. കേബിൾ നെറ്റ്വർക്ക് പാസ് അണ്ടർനീത്ത് ദി പേർഷ്യൻ ഗൾഫ്. അത് ഒന്നും രണ്ടുമല്ല, വലിയ കോൺസെൻട്രേഷനാണ്. വലിയ രീതിയിലുള്ള കേബിൾ, അണ്ടർഗ്രൗണ്ട് കേബിളുകൾ, ഡേറ്റ ട്രാൻസ്ഫർ കേബിളുകളാണ്. അതിന് നാശം സംഭവിച്ചാൽ പരിഹാരം ഉടനടി എങ്ങും പരിഹാരമുണ്ടാവില്ല. അത് റീലേ ചെയ്യാൻ ദിവസങ്ങളല്ല, ആഴ്ചകളല്ല, ഒരുപക്ഷെ മാസങ്ങൾ എടുത്തേക്കാം. അതുമാത്രമല്ല, ആ പ്രദേശത്തേക്ക് മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്കോ അല്ലെങ്കിൽ മുങ്ങൽ വിദഗ്ധർക്കോ കടന്നു കയറാൻ ആയെങ്കിൽ മാത്രമല്ല ചെയ്യാനാവൂ.
അവിടെ യുദ്ധകലുഷിതമാണ് എങ്കിൽ അതൊന്നും നടക്കില്ല. അത് വളരെ വലിയ സാഹസമാണ്. അത് ലോകരാജ്യങ്ങൾ ഭയക്കുന്ന ഒരു കാര്യം ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളല്ല, മറിച്ച് തങ്ങൾക്ക് ലഭിക്കേണ്ട യുദ്ധ ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും കേബിളുകളിലൂടെയാണ് പലതും. അതിപ്പോൾ അമേരിക്കയ്ക്ക് അത് ആവശ്യമില്ലായിരിക്കാം, മറ്റു കാര്യങ്ങൾ ഉണ്ട്, സാറ്റലൈറ്റ് സപ്പോർട്ടുണ്ട്, അല്ലാതെ. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളുടെ പല ഏകോപനവും ട്രേഡ് ആൻഡ് കോമേഴ്സ് വല്ലാതെ അഫക്റ്റഡ് ആകും. ലോജിസ്റ്റിക്കൽ സംവിധാനങ്ങൾ ആകമാനം തകരും. മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഇല്ലാതെ വന്നാൽ പഠനം, ഗവേഷണം എന്ന് വേണ്ട മെഡിക്കൽ റിസർച്ച് ഉൾപ്പെടെ എല്ലാ മേഖലകളിലും സർവത്ര ആശയക്കുഴപ്പവും നാശനഷ്ടങ്ങളും പണനഷ്ടവും ഉണ്ടാകും എന്ന് നിസ്സംശയം പറയാം. ഒരുപക്ഷെ അതാണ് ഹോർമൂസിലെ മൊത്തത്തിലുള്ള ഉപരോധം ഒഴിച്ചാൽ വജ്രായുധമായി ഇറാൻ കരുതുന്നതും കാര്യമായി സംസാരിക്കാത്തതുമായ ഒരു വിഷയം ഇപ്പോൾ സംസാരിച്ചു എന്ന് മാത്രം.